അടിപൊളി പെയിൻറ്റിങ് അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഇതൊരു പെയിൻറ്റിങ് അല്ല, ഇതൊരു ടി വി ആണ്. യെസ്, സാംസങ്ങിൻ്റെ ദ ഫ്രെയിം ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ടി വി ആണ് ഇതായിരിക്കുന്നത്. അതായത് ഇത്രയും തിക്നെസ്സും ഒരു പെയിൻറ്റിങ്ങിനെ പോലെ തന്നെ ബോർഡറും, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പെയിൻറ്റിങ് വരച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പെയിൻറ്റിങ് കൊണ്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഫീൽ ഉണ്ടാക്കുന്ന ഒരു ടി വി ആണ് ദ സാംസങ് ഫ്രെയിം ടി വി എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പെയിൻറ്റിങ് ആണല്ലേ, ഇതേപോലെ ഇഷ്ടം പോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താ പെയിൻറ്റിങ് മാറ്റുവാണേ, എനിക്കിഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ് ഞാൻ വെച്ചു. നോക്കിക്കേ, ഡൗൺലോഡിങ് കണ്ടന്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള പല ഫോട്ടോസും പല പിക്ചേഴ്സും പെയിൻറ്റിങ്ങും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റും. ഇത് ഒരു കാരണവശാലും ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ പോലും നിങ്ങൾക്ക് തോന്നില്ല ഇത് ഒരു ടി വി ആണ്, പെയിൻറ്റിങ് അല്ല എന്നുള്ളത്. 55 ഇഞ്ചാണ് ഈ ഒരു ടി വിയുടെ സൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ടി വി ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ദ സാംസങ് ഫ്രെയിം ടി വിയുടെ റിമോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഹോം ബട്ടൺ അമർത്തിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ക്വാളിറ്റി ആണെന്ന് നോക്കിയേ, എന്ത് കളേഴ്സ് ആണെന്ന് നോക്കിയേ. ഏറ്റവും ആദ്യം സാംസങ്ങിൻ്റെ ആ പ്രൊജക്ടർ ആയാലും ഈ ഒരു ടി വി ആയാലും റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള, ഭയങ്കര പെർഫെക്റ്റ് പഞ്ചി കളേഴ്സ്. അത് നമുക്ക് കാണപ്പോൾ തന്നെ ഭയങ്കര ഫീലാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും അമ്മാതിരി ക്വാളിറ്റിയാണ്. ഇനി ഇതെല്ലാം പോട്ടെ, ഇതിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. 55 ഇഞ്ചിൻ്റെ ഒരു 4K റെസൊല്യൂഷനിൽ വരുന്ന ഒരു ടി വി ആണ് ദ സാംസങ് ഫ്രെയിം ടി വി എന്ന് പറയുന്നത്. ഇത് പല സൈസിൽ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ഫ്രെയിം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. അതായത് ടി വിയുടെ പുറത്തായിട്ട് ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമാണ് നമ്മളിതാ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ വെക്കേണ്ടത്. ആ ഫ്രെയിമിന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു മാഗ്നറ്റാണ്, അതിങ്ങനെ ഒട്ടിയിരിക്കും. അതെന്താണ്, നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഫ്രെയിമില്ലേ, അതേപോലെ തോന്നിക്കും. ടി വി ആണെന്ന് തോന്നിക്കില്ല. ആൻഡ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും കട്ടി കുറഞ്ഞ് ഒരു ടി വി നമുക്ക് കിട്ടുമോ? ഇത്രയും കട്ടി കുറഞ്ഞോ ടി വി? അതെങ്ങനെ പോസിബിളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞുതരാം. ഈ ടി വിയുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അകത്താണ് പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഡേറ്റയും, ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ USB കേബിൾ ആയാലും HDMI പോർട്ടായാലും എല്ലാം നമുക്ക് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെയായിട്ട് നമുക്ക് 4 HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലാൻഡ് കേബിൾ പോർട്ടുണ്ട്, മെയിൻ പോർട്ടുണ്ട്, നമ്മുടെ ആൻറ്റിന കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ കേബിൾ TV കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റംസ് കണക്ട് ചെയ്യാനായിട്ട് ഒരു പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സിസ്റ്റം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും തിന്നായിട്ടുള്ള ടി വി ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സ് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല സ്പീക്കർ തന്നെയാണ്. എന്നാൽ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്, നോക്കിയത് ഇങ്ങനെ എഴുതി വരുന്നത് നമ്മൾ ഇമ്മേഴ്സീവായിട്ട് ഫീൽ ചെയ്യുക. പിന്നെ 100 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ PS4 PS5 കൺസോൾസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ 37% ആണ്, ഞാൻ 100% ആക്കി തരാം. ഞാൻ ഈ ഡിസ്റ്റൻസിൽ നിൽക്കാം. അപ്പോൾ ഇതെന്താണ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിമലിസ്റ്റിക് ലെവലിലാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മൊത്തം ഉള്ളത്. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ടിൻ്റെ ടോൺ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ടോൺ ക്വാളിറ്റി അസാധ്യമാണ്, ഭയങ്കര ടോൺ ക്വാളിറ്റിയാണ്. അതായത് അതിൻ്റെ അകത്തുള്ള പല മ്യൂസിക്കിൻ്റെയും അല്ലെങ്കിൽ ബേസ് ഗിത്താറിൻ്റെയും അല്ലെങ്കിൽ മറ്റേ ഈ കിലുക്കുന്ന സാധനത്തിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഭയങ്കര പ്യുവറായിട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാംസങ്ങിൻ്റെ UI, നമ്മുടെ സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് TV ഇൻ്റർഫേസ്, നമ്മുടെ സാംസങ് TV പ്ലസ് ഇതിൻ്റെ അകത്ത് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും കിട്ടും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് ക്വാണ്ടം പ്രോസസ്സർ 4K എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ യൂസേജ് എക്സ്പീരിയൻസിൽ 2-3 തവണ ഒരു ചെറിയ ഹിക്കപ്പ് ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ TV ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല.
പിന്നെ നമ്മൾ സാംസങ് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഫീച്ചർ കിട്ടും. എന്താണെന്ന് വെച്ചാൽ സാംസങ് ഒരു എക്കോസിസ്റ്റം അടിപൊളിയായിട്ട് വർക്കാവും. നമ്മുടെ സാംസങ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. വൈഫൈ കണക്ട് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മോഡുകളുണ്ട്. ഇൻ്റലിജൻറ്റ് മോഡ്, അത് നിങ്ങൾക്ക് ഓണാക്കിയും വയ്ക്കാം ഓഫാക്കിയും വയ്ക്കാം. ഫിലിം മേക്കർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മോഡുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പിക്ചർ മോഡ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നീട് നമുക്ക് എന്താണ്, ഗെയിം കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ കൺസോളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം മോഡ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണക്റ്റഡ് ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വല്ലതും എക്സ്റ്റേണൽ ക്യാമറയൊക്കെ കണക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്മാർട്ട് തിങ്സ്, സാംസങ്ങിൻ്റെ എല്ലാ ടി വിയിലുള്ളതുപോലെ തന്നെ സ്മാർട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് എന്താണ്, ഫോണ് നമുക്ക് ഡയറക്റ്റ്ലി, നമ്മളിപ്പോൾ ഫോണിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ ഫോണ് നമ്മുടെ ടി വി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈമൾട്ടേനിയസ്ലി രണ്ടിലും ഒരുമിച്ച് പാട്ടൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ ഈ വാൾ ടി വിക്കകത്ത് സിംഫണി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു സൗണ്ട് ബാറുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 ഡിഗ്രി അല്ലെങ്കിൽ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആളൊക്കെ നടക്കുന്ന എഫക്ട്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് കേൾക്കുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൂവിക്കകത്ത് ഒരു പേഴ്സൺ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നടക്കുന്നതായിട്ട് നമുക്ക് സൗണ്ടിലൂടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ മാജിക് റിമോട്ടാണ്. റിമോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് വോളിയം റോക്കർ ഉണ്ട്, ചാനൽ മാറ്റുന്നതുണ്ട്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്, മോഡ് ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. ഈ ഒരു റിമോട്ട് നമുക്ക് ടൈപ്പ് സി വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, വേറൊരു തരത്തിലും കൂടി ഈ റിമോട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, സോളാർ യൂസ് ചെയ്തിട്ട്. ജസ്റ്റ് വെട്ടം കിട്ടുന്ന എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ഒരു റിമോട്ടിനെ പ്ലേസ് ചെയ്തിരുന്നാൽ മതി, നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് ചാർജ് കയറിക്കോളും. ചാർജ് കയറിയിട്ട് നിങ്ങൾക്ക് നോർമലി എങ്ങനെയാണോ നമ്മുടെ നോർമൽ റിമോട്ടുകൾ യൂസ് ചെയ്യുന്നത് അതേപോലെ ഉപയോഗിക്കാം. ഈ വീട്ടിൽ പുതുതായിട്ടൊക്കെ ഒരാൾ കയറി വരികയെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതൊരു ടി വി ആണെന്നുള്ളത്. ഈ ടി വി അറിഞ്ഞുകൂടാത്തവർ. പിന്നെ ഈ ഒരു സാധനത്തിന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേബിള്, ഒരൊറ്റ കേബിളേ ഉള്ളൂ, അത് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള കേബിളാണ്, അത് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലും മനസ്സിലാവില്ല ഇതൊരു ടി വി ആണെന്നുള്ളത്. ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ആൻഡ് അടിപൊളി ടി വി കണ്ടൻറ്റ്സ്, അതായത് അടിപൊളി പിക്ചേഴ്സും ഇതിനകത്തുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ചാൽ, ഇത് നോക്കി, ഇത് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യണം. ഒരു തരത്തിലും ഒരു പിക്ചറാണ്, ഒരു ഡിജിറ്റൽ പിക്ചറാണെന്നുള്ളത് മനസ്സിലാവില്ല. ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ്. യൂസ് ചെയ്ത എക്സ്പീരിയൻസ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ എന്നെ എന്താ പറയട്ടെ, സാറ്റിസ്ഫൈഡ് അല്ലാതെ ആക്കിയിട്ടില്ല. 100% സാറ്റിസ്ഫൈഡ്. നിങ്ങളുടെ വീട്ടിലത്തേക്ക് നിങ്ങൾക്കൊരു ടി വി വാങ്ങാൻ 1 ലക്ഷം രൂപയ്ക്കകത്ത് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോവാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടി വി പ്ലസ് നിങ്ങളുടെ വീടിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ 2023 ഒരു ഗാഡ്ജറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് കൊണ്ടുവരാൻ പക്ക എന്ന് പറഞ്ഞാൽ പക്ക സാധനമാണ്. ലൈക്ക് ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു ബ്രാൻഡിൻ്റെ ടി വി ആണ്. അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ അങ്ങ് സെറ്റാക്കി. അത്രത്തോളം നല്ലതാണ്. കളേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ കളറും ബ്രൈറ്റ്നസ് ലെവലും ടോപ്പ് നോച്ച് എന്ന് വെച്ചാൽ ടോപ്പ് നോച്ച്. ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി 100% സാറ്റിസ്ഫൈഡ് ആക്കും ഈ പ്രോഡക്റ്റ്. അത് പല ലൈക്ക് സൈസിൽ നിങ്ങൾക്ക് കിട്ടും. 65 ഇഞ്ചോ 55 ഇഞ്ചോ ഒക്കെ കിട്ടും, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിക്ചർ ക്വാളിറ്റി ഒരു രക്ഷയിലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കളേഴ്സ് ഒരു രക്ഷയിലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ സൗണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് അത് പോരാൻ തോന്നി. പക്ഷേ ഒരു ആവറേജ് യൂസ് ചെയ്യാനായിട്ട് ഉള്ള സൗണ്ട് അതിനകത്തുണ്ട്. പിന്നെ 4ാമത് ബ്യൂട്ടിഫുൾ ആർട്ട്, ഒരു ബ്യൂട്ടിഫുൾ ഗാഡ്ജറ്റ്. എന്തോ പറയട്ടെ, ഞാൻ എല്ലാവരുടെ മുന്നിൽ ഷൈൻ ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ട്. ലൈക്ക് ആളുകൾ വന്നിരിക്കുന്ന സമയത്ത് ടി വി ഇല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ടി വിനെ പറ്റിയിരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി ചോദിക്കും ഇത് ടി വി ആണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് പട്ടി ഷോ കാണിക്കാറുണ്ട്. കിട്ടും ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഫിസിക്കലി നോക്കുന്ന സമയത്ത് അത്രത്തോളം തിന്നാണ് ഇതെങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ ശരിക്കും ആലോചിച്ച് പോകും. അത്രത്തോളം തിന്നായിട്ടുള്ള ഒരു ടി വി ആണ്. ആൻഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളതും നല്ല സർവീസുമാണ്. അതായത് സാംസങ് ഇത് നമുക്ക് ഡെലിവറി ആയി കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ സാംസങ്ങിൻ്റെ ആൾ വന്നിട്ട് ഒരു 2-3 ഒരു മെസ്സാക്കാതെ 2-3 ഡ്രില്ലടിക്കും, സാധനം ഫിക്സ് ചെയ്യും,
പക്ക. ആൻഡ് പിന്നീട് നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതായത് ഇതെപ്പോഴും നമുക്കിങ്ങനെ ഓൺ ആക്കി വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഫോട്ടോയാണ് അവിടെ വരുന്നത്. ഞാനിനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതൊരു ഫോട്ടോ, ഒരു മാസ്റ്റർ പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാംസങ് ദ ഫ്രെയിം ടി വിയുടെ ഒരു ഇനിഷ്യൽ റിവ്യൂ അല്ല, ഡീറ്റെയിൽ റിവ്യൂ ആണ്. കാര്യം 2 മാസമായി ഞാനിത് യൂസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ വന്നിട്ട് 2 മാസമായി. ഇത്രയും നാളത്തെ യൂസേജിൽ എനിക്ക് ഈ ഒരു നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇവൻ ഇത് തള്ളി പറയുകയാണെന്ന്. അങ്ങനെയല്ല, ചില പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് അധികം ഒന്നും പറയാൻ കാണില്ല കുറ്റമായിട്ട്. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് സാംസങ് ഫ്രെയിം ടി വി എന്ന് പറയുന്നത്. ഐ ലവ് ഇറ്റ്. ഉറപ്പായിട്ടും 100% ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.